നിങ്ങളിത് പറയുമ്പോഴേ ആളുകൾക്ക് സംശയം ഉണ്ടാവും, ഇതൊക്കെ ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ നടക്കുമോ? കാരണം ഇപ്പം കേരളത്തിലാണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഒരു പരിധിവരെ നമ്മൾ കണ്ടിട്ടില്ല, നമുക്ക് പരിചിതവുമല്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒരാളെ സാക്ഷി പറഞ്ഞാൻ വന്നു എന്നതിൻ്റെ പേരിൽ ഒരാളെയെങ്കിൽ മനസ്സിലാക്കാം, പ്രത്യേക താല്പര്യത്തിൻ്റെ പേരിൽ കൊന്നു എന്ന് മനസ്സിലാക്കാം. അതിനപ്പുറത്ത് ഇത്രയും ആളുകളെ ഒരു സീരിയൽ കില്ലർ എന്നുള്ള നിലയ്ക്ക് ഒക്കെ നടപടിയെടുക്കാൻ കഴിയുമോ? കഴിയും, അതിവിടെ കഴിയും. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് 1940 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, എന്നാൽ ഈ ഒരു ധർമ്മസ്ഥല ഗ്രാമത്തിന് സ്വാതന്ത്ര്യം കിട്ടിയില്ലെന്ന് ഞാൻ പറയുമല്ലോ. ഇപ്പോൾ ഇന്നലെ തന്നെ അനീഷ് എന്ന് പറഞ്ഞ് അവൻ്റെ വല്യച്ഛൻ, അവരൊക്കെ ഇവിടെ ജനിച്ച് വളർന്നവരാ. അവർ ഒരു പശുവിൻ്റെ കാര്യത്തിൽ രാത്രിയെല്ലാം പിടിച്ചിട്ട് അടിച്ചില്ലയോ? ഇവരുടെ മുഖം പുറത്തൊരു മുഖം, അകത്തൊരു മുഖമാണ്. ഇനി ഒരു സ്ത്രീയുണ്ട്, ആ ഒരു സ്ത്രീ എന്താ തെറ്റിയതിന് ഒരു ദിവസം എല്ലാം അമ്പലത്തിന് മുമ്പിൽ കെട്ടിയിട്ട് രാത്രി, അതെന്തുവാ ഇപ്പോഴും ഉണ്ട് അവർ കെട്ടിയിട്ട്. ഇപ്പം അനന്യയുടെ തള പറയുന്ന രാത്രിയെല്ലാം ഇട്ട് അടിച്ചെന്ന്, അത് കള്ളമാണോ? പിന്നെ അവിടെ ഒരു പട്ടൻ ഉണ്ടായിരുന്നു, ഒരു പട്ടൻ ഈ അമ്പലത്തിൽ വെളുപ്പിനെ പുഴയിൽ നിന്ന് പോയി വെള്ളം കൊണ്ടുവരണമായിരുന്നു. അങ്ങനെ വെള്ളം കൊണ്ടുവരുമ്പം അവിടെ അമ്പലത്തിൽ സ്വർണം ഈ പാത്രത്തിയിട്ട് പുള്ളി കൊണ്ടുപോയി അവിടെ പാത്ത് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരുമായിരുന്നു. ഈ പുള്ളീനെ ചേട്ടനും അനിയനും അവരുടെ ലോഡ്ജ് ഇട്ടിട്ട് അതിന് സെപ്പറേറ്റ് ഒരു റൂമാണ് അതിന്, ആ റൂം ഇട്ടിട്ട് അടിച്ചു കൊന്നത്. പകൽ പോയിട്ട് പകൽ പോയി അനിയനടിക്കും, രാത്രി പോയി ചേട്ടനടിക്കും. അങ്ങനെ അടിച്ചു കൊണ്ട് എത്ര കഥകൾ വേണം സാറേ? കഥയല്ല, കഥയെന്ന് പറയല്ല, നടന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 17 വയസ്സുകാരിയുടെ കാര്യത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിരുന്നു, അവർ കൂട്ടബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ടായിരുന്നു ആ കുട്ടി എന്നൊക്കെയുള്ള ഡോക്യുമെൻറ്റ്സ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ആ സംഭവത്തിൽ നിങ്ങൾ ഉൾപ്പെടെ കണ്ടിട്ടുണ്ടോ? ഈ മൃതദേഹം കാണുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്? ഇല്ല, കാണുന്ന സാഹചര്യം എനിക്കില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനതിന് എൻട്രായിരുന്നു, അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പോരാട്ടത്തിനല്ല. ഞാൻ ചോട്ടെ, കൂട്ടബലാസംഘം എന്ന് പറഞ്ഞല്ലോ സാറേ, കൂട്ടബലാസംഘം ആകുമ്പം ഒരുത്തനാകുമ്പോൾ അത് കൂടുതലാണെന്ന് പറയുന്നത്. പിന്നെന്താ ഒരുത്തനെ മാത്രം എന്തിനാ പിടിച്ച് അറസ്റ്റ് ചെയ്തത്? സാറിന് ഒരു CBIയുടെ ആ സ്റ്റേറ്റ്മെൻറ്റും പിന്നെ ഇവിടെ CID ചെയ്തു, ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ചെയ്തു, CBI, അതിനകത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കണം. ആ സ്റ്റേറ്റ്മെൻറ്റ് ഓരോന്നോരോ മനസ്സിലാവും. നമ്മൾ ഒരു ദിവസം വേണമെങ്കിൽ ക്ലിയറായിട്ട് പറഞ്ഞുതരാം അതിൻ്റെ എവിടെ പോയിൻ്റ് തെറ്റിച്ചെന്ന് ചോദിച്ചിട്ട്. ഈ ക്ഷേത്രത്തിൽ ജോലി ചെയ്തവരെയും കൊണ്ട് തന്നെ ഈ പണി ചെയ്യിച്ചെന്ന് പറഞ്ഞു. അവിടെ സാക്ഷി പറയുന്ന അവർ തന്നെയാണ്, ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവരുടെ ആൾ തന്നെ ചെയ്തത്. ലാസ്റ്റ് എല്ലാം വിട്ടുപോയല്ലോ. ഞാൻ ഈ സന്തോഷ് റാവ് എന്ന് പറഞ്ഞാൽ അവനൊരു മാനസികമൊന്നുമല്ല, അവന് ദൈവ ആധ്യാത്മികമെന്ന് പറയല്ലേ, ദൈവത്തിൻ്റെ കാര്യം ഈ ഒരു ചിന്തയിലുള്ള പുള്ളിയാണ്. പുള്ളി ഉള്ളത് കാർക്കാള, ഇവിടെ നിന്ന് 70 കിലോമീറ്റർ ദൂരെ കാർക്കാള. അവരുടെ അപ്പൻ മാസ്റ്ററായിരുന്നു, അമ്മ PWയിൽ ജോലിയായിരുന്നു, 2 അനിയന്മാർ PW ജോലിയാണ്, പിന്നെ ചേട്ടൻ പെയിൻറ്റിങ് പണിയായിരുന്നു. ഈ പുള്ളി എന്താ സംഭവം എന്ന് പറഞ്ഞെങ്കിൽ ഈ ഇവിടെ നിന്ന് പിന്നെ ഒരു 150 കിലോമീറ്റർ ദൂരെ ശൃംഗേരി ഒരു ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ സപ്ലൈ ചെയ്യുന്ന പത്രങ്ങൾ എല്ലാം ജോലിയായിരുന്നു. പുള്ളി അത് 8-ാം തീയതി 9-ാം തീയതി ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞെങ്കിൽ ശൃംഗേരി അമ്പലത്തിൽ തന്നെ 2-3 ദിവസം അവിടെ തന്നെ ജപം ചെയ്തുകൊണ്ടിരിക്കും. പുള്ളിക്ക് വല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടേ, അതൊക്കെ എന്നെ കണ്ണിൽ കണ്ട സമയം ഞാൻ ഇവരൊക്കെ അറിയാതെ എൻ്റെ ജോലി ചെയ്തു. അന്നേരം പോയി നോക്കുമ്പോൾ ഇവൻ അവിടെ ജപമൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് 11-ാം തീയതി നേരിട്ട് സുബ്രഹ്മണ്യ അമ്പലത്തിൽ വന്നു. സുബ്രഹ്മണ്യ അമ്പലത്തിൽ വന്നു കഴിഞ്ഞിട്ട് ആ അമ്പലത്തിൽ നിന്ന് ഇപ്പോൾ അവിടെ പൂജയും കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇവിടെ ധർമ്മസ്ഥലം വന്നിട്ട് പൂജയും കഴിഞ്ഞിട്ട് ഇവർക്ക് 7:30 ബസ്. അങ്ങനെ ആ സ്റ്റെപ്പ് ഇരിക്കുമായിരുന്നു, ഗോമട്ടേശ്വര വിഗ്രഹം കയറി പോകുന്ന ആ സ്റ്റെപ്പ് ഇരിക്കുമായിരുന്നു. അവിടെ ഇരിക്കാൻ നേരത്തെ ഈ കൊച്ചിനെ ബലാത്കാരം ചെയ്ത് ആരൊക്കെ ഇവരെല്ലാം കൂടിയിട്ട് ഇവൻ ഇത് ചെയ്തയാ, ഇവൻ ഞങ്ങളെ കണ്ടപ്പോൾ ഓടിപ്പോന്നു, അതുകൊണ്ടെന്ന് പറഞ്ഞ് പോലീസ് കൊടുക്കാന്ന് പറഞ്ഞ് പോലീസിന് പിടിച്ച് കൊടുത്തു. ആ പോലീസും അതിനെ സപ്പോർട്ട്. എന്നാൽ പോലീസ് വിളിച്ചുകൊണ്ടുപോയി എൻക്വയറി ചെയ്യണ്ടേ? ശരിക്കും മർദ്ദിച്ചിട്ട് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു 70 കിലോമീറ്റർ ദൂരെ കാർക്കാള പോലീസ് സ്റ്റേഷനുള്ളത്. ഇവിടുത്തെ പോലീസ് ഒന്നി പോകണോ ഇല്ലേ അവരോട് അപ്പനോട് വരാൻ പറയണം, അവരുടെ കുടുംബക്കാരോട് നിങ്ങൾ വരാൻ പറയണം, ഇങ്ങനെ നിങ്ങളുടെ മോൻ ഇത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വരാം. ഇതാ പോലീസുമാർ ചെയ്യുന്നത്. ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് അവിടുത്തെ പോലീസ് വണ്ടിക്കകത്ത് അവിടെ നിന്ന് ആ അപ്പനെ ഇവൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇവന് പറഞ്ഞ് നീ സമ്മതിച്ചില്ല, നിൻ്റെ അപ്പനെ ഇതുപോലെ അടിക്കുമെന്ന്. ലാസ്റ്റ് അപ്പനെ അടിക്കുമെന്ന് പേടിച്ചിട്ട് ലാസ്റ്റ് ഇവൻ സമ്മതിച്ചത്. ഇവനെ അങ്ങനെ ഇങ്ങനെയല്ല മർദ്ദിച്ചത്, ശരിക്കും മർദ്ദിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് സമ്മതിച്ചു. രക്ഷയില്ലല്ലോ. ലാസ്റ്റ് എന്നിട്ട് ഇവൻ്റെ ഓരോ റിപ്പോർട്ട് കാണിച്ചതെന്ന് പറഞ്ഞെങ്കിൽ ഈ കൊച്ച് 9-ാം തീയതി വൈകുന്നേരം നടന്നുകൊണ്ട് പോകുമ്പോൾ വീട്ടിലോട്ട് പോകുമ്പം ഇനി ഒരുത്തൻ പറയുന്നത് ആ കൊച്ച് വരുന്നത് റൈറ്റ് സൈഡിൽ കൂടെയാണ്, വണ്ടി പോകുന്നത് ലെഫ്റ്റിൽ കൂടെ ഉജിലോട്ട് വരുന്നത്. ഇത് അമ്പലത്തിൽ പോകുന്ന കൊച്ചങ്ങോട്ട് ഉജില. അന്ന് ആ ബൈക്കിൽ പോകുന്നവൻ അമ്പലത്തിലെ ജോലിക്കാരനാണ്. അവൻ പറയുന്നത് ഈ കൊച്ചിൻ്റെ പുറകിൽ ഒരുത്തൻ നനഞ്ഞുകൊണ്ട് വരുന്നുണ്ടായിരുന്നാണ്, നീളം ഉണ്ടായിരുന്നു, നനഞ്ഞുകൊണ്ട് വരുന്ന അവന് സാക്ഷി പറയുന്ന ഒരു മൊഴിയുണ്ട് അതിനകത്ത്. ഇവൻ ചേച്ചിട്ട് ഈ വണ്ടി ഓടിച്ച് നേരെ പോകുകയാണെങ്കിൽ ഈ കൊച്ചിൻ്റെ പുറകിൽ എല്ലാവരും വരുന്ന നോക്കിക്കൊണ്ടാണ് ഇവൻ പോകുന്നത്. അതുമല്ല പിന്നെയെന്ന് പറഞ്ഞെങ്കിൽ അത് കഴിഞ്ഞിട്ട് 9-ാം തീയതി ഇതിനെ റേപ്പ് ആൻഡ് മർഡർ ചെയ്തല്ലേ.
10-11 തീയതി ഈ സന്തോഷിനെ അവർ പിടിക്കുന്നത്. അതേ ഡ്രസ്സാണോ സാർ അവൻ്റെ ദേഹത്തുള്ളത്? ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണ്ട സാറേ. എന്നിട്ട് ഇവൻ പറയുന്നത് എന്താ അറിയുമോ, 9 തീയതി കഴിഞ്ഞ് 12 തീയതി ഈ പോയെന്ന് പറഞ്ഞില്ലേ, ബൈക്കിൽ പോയെന്ന് പറയാം. ഇവൻ വന്നിട്ട് സ്റ്റേഷനിൽ പറയുന്നു, സാക്ഷി പറയുന്നത് എന്താ പറഞ്ഞെങ്കിൽ അവൻ ഇട്ട് അതേ ഡ്രസ്സാണ്. അവൻ പറയുന്നത് മഴയത്ത് നനഞ്ഞുകൊണ്ടാണ് വരുന്നതെന്ന്. അതേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് സ്റ്റേഷനിൽ നിൽക്കുന്നതെന്ന് പറയുന്നത്. എന്താ സാറേ ഇതിൻ്റെ അർത്ഥം? ഈ രീതി ഇതേപോലെ ഒന്നിനൊന്ന് മാച്ച് ചെയ്താൽ ശരിക്കും മനസ്സിലാവും. പിന്നെ എന്ന് പറഞ്ഞാൽ അതിന് എന്താ വേണ്ടേ എവിഡൻസ്, ആ എവിഡൻസ് വേണ്ട എല്ലാം നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ കൊച്ചിൻ്റെ ദേഹമെല്ലാം കടിച്ച് പറിച്ച്. അത് സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ ശരിക്കും തൻ്റെ തളയാൻ നോക്കി ഇത് മനസ്സിലായി വെട്ടി അരിയണം എൻ്റെ കണക്ക്. സത്യം, സോറി ഞാൻ പറയാൻ പാടില്ല, അത്രയ്ക്കും അങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ ദേഹമെല്ലാം നെഞ്ചെല്ലാം കടിച്ച് പറിച്ച്, പിന്നെ അതിൻ്റെ പ്രൈവറ്റ് ഭാഗത്ത് 6 ഇഞ്ച് മണ്ണ് നിറച്ച്. ഇതൊക്കെ എന്താ സാറേ ഇത്? അന്നേരം ഇത് ഒന്നല്ല, ആദ്യമായിട്ട് നടക്കുന്ന സംഭവമല്ല ഇത്. ഇവർക്ക് ഉദ്യോഗമേ ഇത് തന്നെയായില്ലേ. ഇത് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ സാക്ഷിനെ നാശം ചെയ്യുന്ന പരിപാടി. ഇതേപോലെ തന്നെ ഈ കൊച്ചിനെ ഇപ്പം എന്ത് ചെയ്ത് വേറെ എവിടെയും കൊണ്ട് കളഞ്ഞില്ല. അവരെ ധർമ്മസ്ഥല ഗ്രാമത്തിൻ്റെ വ്യാപ്തി മാത്രം കൊച്ചിനെ ഇട്ട് പുറത്ത് പോകുകയാണെങ്കിൽ കേസ് വേറെയാവും, തെളിയും, ഇങ്ങനെയാവും. അവിടെയാണെങ്കിൽ അവിടെ പോലീസ് പറയുന്നത് മാത്രം കേട്ടാൽ മതിയല്ലോ. അതുകൊണ്ട് അവിടെ തന്നെ കാട്ടി സൈഡ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഈ ഇപ്പോൾ ആരോ ഭീമം വന്നില്ലേ, ഇതേപോലെ തന്നെ വിളിപ്പിക്കുക. അത് കഴിഞ്ഞാൽ അത് പണിക്കാരുണ്ടെങ്കിൽ അവരെ വിളിച്ച് പറയുക ഇങ്ങനൊരു ബോഡി വീണിട്ടുണ്ട്, പോയി മണ്ണിടുക, അവിടെ തന്നെ കുഴിക്കുക, അവിടെ ഇടുക. അന്ന് ആ സമരം തുടങ്ങിയത് കൊണ്ട് ആ ബോഡി കിട്ടി. അന്ന് അവർ ഇവരെ എതിർത്തൊന്നും മിണ്ടാതെ പോകുകയെന്ന് പറഞ്ഞാൽ ഇത് അവിടുത്തെ ക്ലോസ് ആയതിനെ. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ഇതേപോലെ കുഴിച്ചിട്ടിയ ഇവനും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കണക്കിന് ഇവനും പറഞ്ഞുകൊണ്ട് അവിടെ ബോഡി ഉണ്ടായിരുന്നു. അതുപോലെ ഒത്തിരി കിട്ടിയുണ്ട്. അത് സത്യഘടന നടന്നുകൊണ്ടിരുന്നത്. ഇത് എന്താ നമ്മുടെ ഈ കൊച്ചിൻ്റെ കേസ്, കള്ളമൊന്നും പറയേണ്ട കാര്യമില്ല ഇതിനകത്ത്.